വയനാട് മുണ്ടക്കെ ചൂരൽമല ദുരന്തത്തെ തുടർന്നുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായത്തിനായി സംസ്ഥാന സർക്കാർ കാത്തിരിക്കേണ്ടതില്ലെന്നും സംസ്ഥാനത്തിന് നടപടികൾ ആരംഭിക്കാമെന്നും ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ നടപടികൾ തുടങ്ങണം, എല്ലാം കടലാസിൽ മാത്രം തുടരുന്നത് ആരെയും സഹായിക്കില്ലെന്നും ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് S ഈശ്വരൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കേന്ദ്ര സഹായത്തിനായി അനിശ്ചിതമായി സംസ്ഥാന സർക്കാരിന് കാത്തിരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള ഫണ്ട് കൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഫണ്ടിന്റെ 75% വിനിയോഗിച്ചു കഴിയുമ്പോൾ ചെലവ് സംബന്ധിച്ചുള്ള വിശദീകരണ പത്രിക നൽകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി തുടർന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം ആവശ്യപ്പെടാമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുൾപ്പെടെ ലഭ്യമായ ഫണ്ട് പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി പ്രയോജനപ്പെടുത്തുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് വ്യക്തമാക്കി. 2000 കോടിയുടെ പാക്കേജിൽ കേന്ദ്രം തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നാണ് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു കോടതിയുടെ പ്രതികരണം. പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും സ്വന്തം ഫണ്ട് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ ചൂണ്ടിക്കാട്ടി. ബാങ്ക് വായ്പകൾ പൂർണ്ണമായിട്ടില്ലെങ്കിലും നിശ്ചിത തുകയെങ്കിലും എഴുതിത്തള്ളുന്നത് പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ 2 ആഴ്ച സമയം തേടി. കേന്ദ്ര ധനമന്ത്രാലയത്തിന് ബാങ്കുകളെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ടെന്നും അറിയിച്ചു. കോവിഡ് കാലത്ത് പോലും വായ്പകൾ എഴുതി തള്ളിയിട്ടില്ല. മൊറട്ടോറിയമാണ് നൽകിയതെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. എന്നാൽ കോവിഡിന്റെ താൽക്കാലികമായ ബിസിനസ് നഷ്ടമാണ് ഉണ്ടായതെന്നും കോടതി പറഞ്ഞു. എന്നാൽ ഇത് ജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. വായ്പ എഴുതിത്തള്ളുന്നത് ചെറുകിട വായ്പ എടുത്തവർക്ക് സഹായകമാകും. ദുരന്തത്തിന്റെ ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിച്ചവർ അവരാണെന്നും കോടതി പറഞ്ഞു. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകി. തുടർന്നാണ് വിഷയത്തിൽ കേന്ദ്ര നിലപാട് അറിയിക്കാമെന്ന് ASG അറിയിച്ചത്. തുടർന്ന് ഹർജി 21-ന് പരിഗണിക്കാൻ മാറ്റി.